USS उर्दू ऑनलाइन तरबीती प्रोग्राम में आप सबका खैर मकदम। പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, USS ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മുസക്കർ മുഅന്നസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മുസക്കർ പുല്ലിംഗം, മുഅന്നസ് സ്ത്രീലിംഗം. ഉറുദുവിലെ എല്ലാ പദങ്ങളും ഒന്നുകിൽ മുസക്കറായിരിക്കും അല്ലെങ്കിൽ മുഅന്നസ് ആയിരിക്കും. അപ്പോൾ ഒരു പദം അത് മുസക്കറാണോ മുഅന്നസാണോ എന്ന് അറിയൽ അനിവാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഭായി ബഹൻ നമുക്കറിയാം. ജീവികളുടേതാകുമ്പോൾ അത് മുസക്കറാണോ മുഅന്നസാണോ, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നമുക്കറിയാൻ പ്രയാസമില്ല. ഭായി മുസക്കറാണ്, പുല്ലിംഗമാണ്. ബഹൻ മുഅന്നസാണ്. ഓക്കെ, ഇതെന്തുകൊണ്ട് അറിയണം? ഇപ്പോൾ ഉദാഹരണം, എൻ്റെ സഹോദരൻ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ എന്ന അർത്ഥം കിട്ടാൻ ഉറുദുവിൽ മേര, മേരെ, മേരി ഈ മൂന്നും പ്രയോഗിക്കാം. മേര, മേരെ, മേരി. പക്ഷേ ഈ വാക്കിന് ശേഷം ഉള്ള പദം മുഅന്നസ് ആണെങ്കിൽ മേരി എന്ന് മാത്രമേ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം, ബഹൻ സഹോദരി, ബഹൻ മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. അപ്പോൾ അതിന് മുമ്പ് മേരി എന്നേ പ്രയോഗിക്കാൻ പറ്റൂ. മേരി ബഹൻ, എൻ്റെ സഹോദരി. അവിടെ മേര ബഹൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറുദുവിൽ സെൻറ്റൻസുകൾ എഴുതുമ്പോൾ പദം മുഅന്നസാണോ മുസക്കറാണോ എന്നറിയൽ അനിവാര്യമാണ്. അപ്പോൾ ഇന്ന് എങ്ങനെ പദങ്ങൾ മുഅന്നസാണോ അല്ലേ എന്ന് അറിയാൻ കഴിയും എന്ന ചില സൂചനകളാണ് നൽകുന്നത്. ഓക്കെ, പദങ്ങൾ മുഅന്നസാണോ അല്ലേ എന്നറിയാനുള്ള ചില സൂചനകൾ നൽകുകയാണ്. ഉദാഹരണത്തിന്, ഒരു വാക്കിൻ്റെ അവസാന അക്ഷരം തേ ആണെങ്കിൽ സാധാരണഗതിയിൽ ആ പദങ്ങളൊക്കെ മുഅന്നസായിരിക്കും, സ്ത്രീലിംഗമായിരിക്കും. ഉദാഹരണം, ഇബാദത്ത്, അസ്മത്ത്, സറൂറത്ത്, ഇതിൻ്റെയൊക്കെ അവസാനം തേ ആണ്. അപ്പോൾ ഈ പദങ്ങൾ മുഅന്നസാണ്. പിന്നെ മറ്റൊരു പോയിൻ്റ്, തഫ്ഈൽ ശൈലിയിൽ വരുന്ന പദങ്ങളൊക്കെ മുഅന്നസായിരിക്കും. തഫ്ഈൽ നോക്കൂ, തഫ്ഈൽ ആ ഒരു ആവാസിൽ വരുന്ന പദങ്ങൾ മുഅന്നസായിരിക്കും. ഉദാഹരണം, തഖരീർ, പ്രസംഗത്തിന് തഖരീർ എന്നാണല്ലോ പറയുക, അത് മുഅന്നസാണ്, തഖരീർ. അതുപോലെ താലീം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. താരീഫ്, ഇതൊക്കെ മുഅന്നസാണ്. പിന്നെ അതുപോലെ അവസാനം യാ എന്ന് വരുന്ന വാക്കുകൾ മുഅന്നസാണ്. യാ, ഉദാഹരണം ദുനിയ, അതുപോലെ ബന്ദറിയ, ഗുഡിയ. മേരി ഗുഡിയ കഹാ ഹെ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. അപ്പോൾ ഈ മേരി ഗുഡിയ പ്രയോഗിക്കാൻ കാരണം അവസാനം യാ വന്നു. അപ്പോൾ അവസാനം യാ വരുന്ന വാക്കുകൾ സാധാരണഗതിയിൽ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അവസാനം യെ വരുന്ന വാക്കുകൾ സാധാരണ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണം, റോട്ടി, മേരി റോട്ടി എന്നാണ് പറയുക. ടോപ്പി, ഇതൊക്കെ അവസാനം യെ ആണ്. എന്നാൽ ചില പദങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവസാനം യെ ആണെങ്കിലും അവ മുസക്കറാണ്. ഉദാഹരണത്തിന് പാനി, മോത്തി, ദഹി, ഇവയൊക്കെ മുസക്കറായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ മറ്റൊരു അടയാളമാണ് അവസാനം കാഫ്. അവസാനം കാഫ് വരുന്ന പദങ്ങൾ, വാക്കുകൾ മുഅന്നസായിട്ടാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണം, ചമക്ക്, പ്രകാശം, ചമക്ക്, ഭൂക്ക്, മെഹക്ക്, ഇവയൊക്കെ മുഅന്നസാണ്. അതുപോലെ അവസാന അക്ഷരം അലിഫ് ആയിട്ടുള്ള 3 അക്ഷരങ്ങൾ മാത്രമുള്ള വാക്കുകൾ മുഅന്നസാണ്. അവസാന അക്ഷരം അലിഫ്,
അങ്ങനെയുള്ള 3 അക്ഷരമുള്ള പദങ്ങൾ മുഅന്നസാണ്. ഉദാഹരണം ദവ, സസ, ഹവ, വായു, ഇതൊക്കെ മുഅന്നസാണ്. അതുപോലെ അവസാനം ഹട്ട് അല്ലെങ്കിൽ വട്ട് എന്ന് വരുന്ന പദങ്ങൾ മുഅന്നസാണ്. ഉദാഹരണം ബനാവട്ട്, ഗബ്രാഹട്ട്, മുസ്കുരാഹട്ട്. മുസ്കുരാഹട്ട് കേട്ടിട്ടുണ്ടാവും, പുഞ്ചിരി. ഈ പദങ്ങളൊക്കെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ അവസാനം ഗാഹ് എന്ന് വരുന്ന പദങ്ങളൊക്കെ മുഅന്നസാണ്. ഉദാഹരണം ബന്ദർഗാഹ്, ഈദ്ഗാഹ് ഒക്കെ. ഈ പദങ്ങളൊക്കെ മുഅന്നസാണ്. അതുപോലെ അവസാനം ഷീൻ വരുന്ന പദങ്ങൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണം തലാഷ്, ബാരിഷ്, കോശിഷ്. ഓക്കെ, തലാഷ്, ബാരിഷ്, കോശിഷ്. എന്നാൽ ഹോഷ്, ജോഷ് ഈ പദങ്ങൾ മുസക്കറായിട്ട് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഹോഷ്, ജോഷ്. അതുപോലെ മറ്റൊന്നാണ് ഭാഷകളുടെ പേരുകൾ. സാധാരണ മുഅന്നസായിട്ട് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണം ഉറുദു, പ്യാരി ഉറുദു എന്നാണ് പറയുക. പ്യാരി ഉറുദു, മേരി ഉറുദു, അല്ലേ? ഇങ്ങനെ ഭാഷകളുടെ പേരുകളൊക്കെ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇന്ന് ഏതൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചു ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്? മുഅന്നസായ പദങ്ങൾ അവസാനം തേ വന്നത്, അല്ലേ? അവസാനം തേ വന്നത്. പിന്നെ അതുപോലെ തഫീൽ, തഖരീർ പോലെ ആ ഒരു ശൈലിയിൽ വരുന്ന പദങ്ങൾ. പിന്നെ അവസാനം യെ വരുന്ന പദങ്ങൾ, അവസാനത്തെ അക്ഷരം യാ ആയിട്ട് വന്നിട്ടുള്ള പദങ്ങൾ, അവസാനം കാഫ് ആയി വരുന്ന പദങ്ങൾ, അതുപോലെ അവസാനം ഹട്ട്, വട്ട് പോലുള്ള അക്ഷരങ്ങൾ ഉള്ള പദങ്ങൾ, അതുപോലെ അവസാനം ഷീൻ ആയിട്ട് വരുന്ന പദങ്ങൾ, പിന്നെ ഭാഷകളുടെ പേരുകൾ, ഇവയൊക്കെ മുഅന്നസാണ്. ഇനിയും ധാരാളം ശൈലിയിൽ മുഅന്നസ് വരും. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ചില നിയമങ്ങൾ ഇവിടെ പറഞ്ഞു, എന്നാൽ അതേ നിയമങ്ങൾ പാലിച്ചിട്ടുള്ള മുഴുവൻ പദങ്ങളും മുഅന്നസായിക്കൊള്ളണം എന്നില്ല. അവയിലൊക്കെ ചില പദങ്ങൾ മുസക്കറായിട്ടും വരാറുണ്ട്. എന്നാൽ മുഅന്നസിൻ്റെ അടയാളങ്ങൾ പ്രത്യേകം ഇല്ലാത്ത മുഅന്നസായ പദങ്ങൾ വേറെയുണ്ട്. പരീക്ഷയ്ക്ക് ചില പദങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കിതാബ്, പ്രധാനപ്പെട്ടൊരു പദമാണ് കിതാബ്. അത് മുഅന്നസാണ്. മേരി കിതാബ്, ഹമാരി കിതാബ് എന്നാണ് പ്രയോഗിക്കുക. അപ്പോൾ കിതാബ് എന്ന പദം മുഅന്നസാണ്. അതുപോലെ മേസ് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്, മറക്കരുത്. പിന്നെ മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പദമാണ് നേരത്തെ പറഞ്ഞിരുന്നു പാനി മുസക്കറാണ്. സാധാരണ അവസാനം എ വരുന്നതൊക്കെ മുഅന്നസാണെങ്കിലും പാനി മുസക്കറാണ്, പുല്ലിംഗമാണ്. അതുപോലെ കലം മുസക്കറാണ്, ബസ്ത മുസക്കറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നിയമങ്ങൾ. പ്രത്യേകം ഇന്ന പദങ്ങളൊക്കെ മുസക്കറാണ്, ഈ നിയമങ്ങൾ വരുന്നതൊക്കെ മുഅന്നസാണ്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള എല്ലാ വാക്കുകൾക്കുമുള്ള നിയമങ്ങൾ ഉറുദുവിലില്ല. എങ്കിലും സാന്ദർഭികമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ശുക്രിയ.